ഹലോ എൻ്റെ കൂട്ടുകാരെ, പ്രായം നമ്മൾ ഒന്നിനും ഒരു പ്രശ്നമാക്കരുത് എന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ജീവിത വിജയത്തിന് പ്രായം ഒരിക്കലും ഒരു പ്രശ്നമല്ല. ആരോഗ്യവും കർമ്മചൈതന്യവും സ്ഥിരോത്സാഹവും ഉള്ളിടത്തോളം കാലം ഏത് പ്രായത്തിലും നമുക്ക് വിജയിക്കാനാവും. ഇത്തരത്തിൽ വിജയിച്ച ധാരാളം വ്യക്തികൾ ഇന്ന് ലോകത്തിലുണ്ട്. മാനസിക നിലയാണ് പ്രായത്തെ നിർണ്ണയിക്കുന്നതെന്ന് ഇവരെല്ലാം വിശ്വസിക്കുന്നു. ചിന്തയും പ്രവൃത്തിയുമാണ് യുവത്വത്തെ നിർണ്ണയിക്കുന്നത്. വൃദ്ധന്മാരെ പോലെ ചിന്തിക്കുന്ന യുവാക്കളും യുവാക്കളെപ്പോലെ ചിന്തിക്കുന്ന വൃദ്ധന്മാരും നമുക്ക് കാണാം. ആരിലായാലും ഉത്സാഹത്തിൻ്റെ തോതനുസരിച്ച് യുവത്വം നിലനിർത്താൻ പറ്റും. ഒരുമാതിരി പ്രായമായി കഴിയുമ്പോൾ ചടഞ്ഞുകൂടി എവിടെയെങ്കിലും ഇരിക്കുക, അല്ലെങ്കിൽ ഒരു സ്വയം രോഗിയാകുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യ അല്ലെ അച്ഛന് വയ്യ, അയ്യോ അങ്ങനെ കണ്ടെത്തി ഏതെങ്കിലും ഒരു മൂലയിൽ ചടഞ്ഞുകൂടി ഇരിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ അവിടുന്ന് എഴുന്നേൽക്ക്. നമുക്ക് പറ്റും എനിക്ക് പറ്റും എന്ന് ചിന്തിക്കുക. കൈക്ക് വേദന ഉണ്ടെങ്കിൽ തോന്നലാണ്, കാലുവേദന നമ്മുടെ തോന്നലാണ്. കുറച്ചൊക്കെ എണീറ്റ് നമുക്ക് പറ്റുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ ജോലിയിൽ ഇങ്ങനെ മുഴുകിക്കഴിയുമ്പോൾ നമ്മളുടെ വേദനയൊക്കെ എവിടെയായിരുന്നെന്ന് പോലും നമുക്കറിയില്ല. നിങ്ങൾ ഓരോ ദിവസവും നമുക്ക് തന്ന ഓരോ നന്മയ്ക്ക് പ്രകൃതിയോട്, പ്രപഞ്ചത്തിനോട്, യൂണിവേഴ്സിനോട് നന്ദി പറയുക. എത്ര സൗഭാഗ്യങ്ങളാണ് ഈശ്വരൻ നമുക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്നത്. ഓരോ ദിവസം എണ്ണിയാലൊടുങ്ങാത്ത സൗഭാഗ്യങ്ങൾ. നല്ലതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, നെഗറ്റീവ് ഒന്നും ചിന്തിക്കണ്ട. അപ്പം ഇന്നൊരു 10 കൂട്ടം കാര്യങ്ങൾ നല്ലതിനെക്കുറിച്ച് ചിന്തിച്ച് അല്ലെ ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതി വയ്ക്കുകയാണെങ്കിൽ നാളെ അതിൻ്റെ ഇരട്ടി ഉണ്ടാവാം നമുക്ക് എഴുതാനായിട്ട്. പിറ്റേന്ന് അതിൻ്റെ ഇരട്ടി ഉണ്ടാവാം. അങ്ങനെ നമുക്ക് മുന്നേറാൻ പറ്റും. അപ്പം നന്മകൾ മാത്രം നിറഞ്ഞതായി തീരും നമ്മുടെ ജീവിതം. അവിടെ നെഗറ്റീവിന് ഒരു സ്ഥാനവുമില്ല.